കോഴിക്കോട്ടേക്ക് കൂടി പോകണം. ഷഹദ് റഹ്മാൻ കൂടിയുണ്ട്. ഷഹദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട്ടത്തെ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രതീക്ഷകളിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും റയോൺസ് ഭൂമി ഉപയോഗപ്പെടുത്തിയുള്ള വിവിധ പദ്ധതികൾ, ഒപ്പം വിമാനത്താവളവും നഗരവും ബന്ധപ്പെടുത്തുന്ന മെട്രോ ട്രെയിൻ, അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ട്. എന്താണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലുകൾ? സുധീഷ്, യാസ, വെരി ഗുഡ് മോർണിംഗ്. അതായത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇന്ന് നഗരം നേരിടുന്നുണ്ട്. അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ലൈറ്റ് മെട്രോ, അതിന് സമാനമായോ അല്ലെങ്കിൽ അതിന് അപ്പുറത്ത് മെട്രോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു പദ്ധതി കോഴിക്കോടിന് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളവും നഗരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി, അത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനപ്രിയ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ മാവൂർ റയോൺസ് ഭൂമിയാണ്. അത് ഉപയോഗപ്പെടുത്തി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമോ എന്നുള്ളത് ഏവരും വർഷങ്ങളായിട്ട് നോക്കിക്കാണുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവിടെ ഈ മെഡിക്കൽ കോളേജ് നിർമ്മാണം. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആ മെഡിക്കൽ കോളേജ് നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാസർഗോഡത്തെ ജനത മുഴുവനായിട്ടും നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ഈ എൻഡോസൾഫാൻ പുനരധിവാസം, നമുക്കറിയാം കാലങ്ങളായിട്ട് ഓരോ സർക്കാർ മാറി വരുന്ന ഘട്ടത്തിലും പലതരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. പക്ഷേ അതൊന്നും താഴേക്കിടയിലേക്ക് എത്താറില്ല. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും, അതായത് ഇത്തവണ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കരകയറ്റാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം അത് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവള വികസനം, റൺവേ വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പ്രത്യേക പാക്കേജ് ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് അവിടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. അത്തരത്തിൽ കൊട്ടിയൂർ ക്ഷേത്ര തീർത്ഥാടനം പ്രതീക്ഷകൾ ഏറെയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ ബഡ്ജറ്റ് എന്നുള്ളത് 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ബഡ്ജറ്റ് പ്രഖ്യാപനം 9 മണിയോടുകൂടിയാണ്. സുനിഷ അയലൂരും എസ് എസ് ശരണും ഷാഹിദ് റഹ്മാനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.